Good morning. നാലാമത്തെ മൊഡ്യൂളിലുള്ള ബ്രാൻഡ് പൊസിഷനിങ് ഇതെന്താണ് എന്നാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. വാട്ട് ഈസ് ബ്രാൻഡ് പൊസിഷനിങ്? ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാൻഡ് എന്താണെന്ന് നമുക്ക് ഇനിയും പറയേണ്ട കാര്യമില്ല. നമ്മളെല്ലാം മിക്കവാറും ഈ സിലബസ് ഒക്കെ തന്നെ ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞു. നമ്മളുടെ സിലബസ് ഇപ്പോൾ തീരുകയാണ്. 5ാമത്തെ മൊഡ്യൂൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. മൊഡ്യൂൾ 4 ലാസ്റ്റത്തേക്ക് വെച്ചിരുന്നതാണ്. അതിന് കാരണമുണ്ട്, അത് അടുത്ത ഭാഗം വരുമ്പോൾ നമുക്കത് നോക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ now we are going to discuss about brand positioning. So ബ്രാൻഡ് പൊസിഷനിങ്ങിൽ പഠിക്കുന്നതിന് മുമ്പായിട്ട് ബ്രാൻഡ് എന്താണ് എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ടാവുമല്ലോ അല്ലേ? ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ബ്രാൻഡ് ഈസ് എ നെയിം or a term or a design or a symbol or any other feature that can be used to identify one seller's goods or service as distinct from those of other sellers. അല്ലേ? അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഒരു സെല്ലറുടെ, ഒരു ബിസിനസ്സുകാരൻ്റെ ഉൽപ്പന്നങ്ങളെ അതർ സെല്ലേഴ്സിൽ നിന്നും, മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കാൻ വേണ്ടി, അല്ലെ വ്യത്യസ്തമാക്കുന്നതിന് വേണ്ടി അവൻ ഉപയോഗിക്കുന്ന പേരിനെയോ വാക്കോ ചിഹ്നമോ സിംബലോ ഇതിനെ എന്തിനെ വേണമെങ്കിലും നമുക്ക് ഒരു ബ്രാൻഡ് എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ബ്രാൻഡ്. അതാണ് നമ്മൾ ബ്രാൻഡ് എന്ന് പറയുന്നത് അല്ലേ? നൗ വാട്ട് ഈസ് പൊസിഷനിങ്? പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയും ഒരു സ്ഥാനം എന്ന് പറയും. ഒരു പൊസിഷൻ, ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സ്ഥാനം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ ബ്രാൻഡ് പൊസിഷനിങ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് നെയിമിന് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന് ഒരു കസ്റ്റമറുടെ ഉള്ളിലുള്ള സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ഇമേജ്, അവൻ കൊടുക്കുന്ന പ്രാധാന്യം, അവൻ കൊടുക്കുന്ന വാല്യൂ, ഇമ്പോർട്ടൻസ് മനസ്സിൽ എന്താണ്, എത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ബ്രാൻഡ് പൊസിഷനിങ്ങിലൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ബിഗിൻസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ് എന്ന ക്ലാസ്സിൽ മാർക്കറ്റിങ്ങിൻ്റെ സാറ് പഠിപ്പിച്ചത് ഓർക്കുന്നുണ്ടാവും. സോ എ കമ്പനി ഡിസ്കവേഴ്സ് ഡിഫറെൻറ്റ് നീഡ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, then they will manufacture products which can satisfy customer needs, and then positions its offerings so that the target market segment or the target market recognizes its distinctive offerings. That is how the marketing works. അല്ലേ? മാർക്കറ്റിങ്ങിൽ നമ്മൾ പഠിച്ചാണല്ലോ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ആ പ്രവൃത്തി തന്നെ ഇങ്ങനെയാണ് വരിക. കൺസ്യൂമറിൻ്റെ, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ നിറവേറാതെ ഇരിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ നിറവേറ്റപ്പെടാതെ ഇരിക്കുന്ന ആവശ്യങ്ങൾ, നീഡ് എന്താണെന്ന് കണ്ടുപിടിച്ച് ആ ആവശ്യം സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നമ്മളുടെ ടാർഗറ്റ് മാർക്കറ്റിന്, ആർക്കു വേണ്ടിയാണോ ആ ഉൽപ്പന്നം ഉണ്ടാക്കിയിരിക്കുന്നത് ആ മാർക്കറ്റിന്, ആ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യും. കമ്പനി ആ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ കിട്ടുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്ത് അത് കസ്റ്റമർ അവൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഉൽപ്പന്നമാണിത് എന്നുള്ള രീതിയിൽ അവന് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ കമ്പനി ഈ പ്രോഡക്റ്റിനെ ഓഫർ ചെയ്യും. ഇങ്ങനെ ഓഫർ ചെയ്യുന്ന സമയത്ത് ദിസ് കമ്പനി ഈസ് ആക്ച്വലി അറ്റ് ദ ടൈം ഓഫ് ഓഫറിംഗ് ദിസ് പ്രോഡക്റ്റ് ഇറ്റ് വിൽ ട്രൈ ടു പൊസിഷൻ the offering, position the product in the mind of the target market. ഒരു മനസ്സിലെ ഒരു പ്രത്യേക ഇമേജ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉൽപ്പന്നത്തിനെ കുറിച്ച്, ഒരു ഉൽപ്പന്നം ഒരു പേര് കേട്ട് കഴിഞ്ഞാൽ നല്ലതെന്നോ ചീത്തയെന്നോ അല്ലെങ്കിൽ വളരെ മോശമായെന്നോ അല്ലെങ്കിൽ വളരെ മികച്ചതെന്നോ അല്ലെങ്കിൽ നമ്മളുടെ ആവശ്യം നടക്കുമെന്നോ, ക്വാളിറ്റി ഉള്ളത് ക്വാളിറ്റി ഇല്ലാത്തതെന്നോ ഇങ്ങനെയൊക്കെയുള്ള
ഓരോ ധാരണകളും നമ്മളുടെ മനസ്സിൽ ഇപ്പോൾ പല ഉൽപ്പന്നത്തിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമുക്ക് പലതും തോന്നും അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ എന്ത് ഉൽപ്പന്നമാണെങ്കിലും ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ ചില കേസിൽ ഇവിടെ എപ്പോഴും നമ്മൾ മൊബൈലിലെ എക്സാമ്പിളൊക്കെ പറയുന്നത് നിങ്ങളത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ഓഫ് ഫോണിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ കൊള്ളാം, അത് ഒത്തിരി നല്ലതാണ് എന്ന് നമ്മൾ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്കൊക്കെ ചിലതിനെക്കുറിച്ച് അഭിപ്രായം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ചില ക്ലോത്തിങ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ബോംബെ ഡൈങ്ങിൻ്റെ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, തരക്കേടില്ലാത്ത തുണിയായിരിക്കും. നമ്മൾ വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാവാം. അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ ബ്രാൻഡ്, ഇപ്പോൾ മലബാർ ഗോൾഡ്, ഇപ്പോൾ കല്യാണത്തിന് സ്വർണ്ണം എടുക്കുക അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ഒക്കെ ആവശ്യത്തിന് സ്വർണ്ണമോ എന്തെങ്കിലും എടുക്കാൻ നേരം ആരെങ്കിലും പറയുകയാണ് നമുക്ക് മലബാർ ഗോൾഡിൽ പോയി എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മലബാർ ഗോൾഡ് എന്നുള്ള ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു ധാരണയുണ്ട്, ഇതിങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സ്വർണ്ണമൊക്കെ അവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ എല്ലാ പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലിലുള്ള പ്രോഡക്റ്റ് അവൈലബിൾ ആണെന്നോ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിലൊരു ധാരണ തോന്നാം. ഈ ധാരണ എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലുള്ള ഈ മാതിരി തോന്നലുകൾ കമ്പനി മനഃപൂർവ്വം ആ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. വെറുതെ നമ്മുടെ ഉള്ളിൽ ഉണ്ടായതല്ല. നമുക്ക് കിട്ടിയ വിവരങ്ങളിലൂടെ, ഒരുപക്ഷെ നമ്മൾ കണ്ട പരസ്യങ്ങളിലൂടെ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ പറയുന്നത് കേട്ടതിലൂടെ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇമേജ് ഉണ്ടായത്. ഈ ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ഈ പർട്ടിക്കുലർ ബ്രാൻഡിന് ഒരു സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ആ കമ്പനി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ കമ്പനി ചെയ്ത പല പ്രവൃത്തികളിൽ നിന്നാണ് നമുക്ക് ആ ഉൽപ്പന്നത്തിനെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ നമ്മളെ ഉള്ളിൽ ഉണ്ടായത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോഫി തന്നെ, ഇപ്പോൾ കാപ്പിപ്പൊടി തന്നെ, ബ്രൂക്ക് ബോണ്ടിൻ്റെ ഗ്രീൻ ലേബൽ എന്ന് പറയുന്ന ആ കാപ്പിയാണെങ്കിൽ അത് അത് സ്ട്രോങ് ആണെന്നോ, അല്ലെങ്കിൽ നെസ്കഫേയുടെ കാപ്പി എന്ന് നമ്മുടെ മനസ്സിലേക്ക് കേൾക്കുമ്പോൾ അത് ഒത്തിരി വില കൂടിയതാണെന്നോ, അല്ലെങ്കിൽ ബ്രൂ എന്ന് പറയുന്ന കോഫി, ബ്രൂ എന്നുള്ള കാപ്പിപ്പൊടി അല്ലെങ്കിൽ ബ്രൂ എന്നുള്ള ഒരു പേര് നമ്മൾ എവിടെയെങ്കിലും കാണുമ്പോൾ അത് ഫിൽറ്റർ കോഫിയാണെന്നോ, ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇങ്ങനെ തോന്നത്തക്ക രീതിയിൽ ഈ കമ്പനി എന്തൊക്കെയോ പ്രവൃത്തികൾ ചെയ്താണ് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് തോന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ഈ ഉൽപ്പന്നത്തിന്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രൂ എന്ന് പറയുന്ന ഫിൽറ്റർ കോഫി അല്ലെങ്കിൽ ബ്രൂ എന്ന് പറയുന്ന കാപ്പിക്ക് ബ്രൂക്ക് ബോണ്ട് എന്ന് പറയുന്ന കമ്പനി ഫിൽറ്റർ കോഫി എന്നുള്ള ഇൻസ്റ്റന്റ് കോഫി എന്നോ അല്ലെ ഫിൽറ്റർ കോഫി എന്നുള്ള ഫിൽറ്റർ കോഫിയുടെ അതേ ടേസ്റ്റുള്ള കോഫി എന്നുള്ള ഒരു ഇമേജ് നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മൈൻഡിൽ ബ്രൂ എന്ന് പറയുന്ന കോഫിയെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്, ആ കമ്പനി പൊസിഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്, ദിസ് ഈസ് എ ഫിൽറ്റർ കോഫി. ആ ഒരു രീതിയിലാണ് അവരുടെ അഡ്വർടൈസ്മെന്റിലൂടെ ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ ക്ലോസപ്പ് എന്ന് പറയുന്ന ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു കവർ കാണുകയോ അല്ലെങ്കിൽ ആ ഒരു പേര് കാണുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് കണ്ടെയ്ൻസ് മൗത്ത് വാഷ് എന്നുള്ള ഒരു ധാരണ വരുന്നുണ്ടെങ്കിൽ അവിടെ, അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലോസപ്പിൻ്റെ ടൂത്ത് പേസ്റ്റും സപ്പോസ് സിഗ്നൽ അല്ലെ, സിഗ്നൽ, പ്രീമിയർ, ഇങ്ങനെയൊക്കെയുള്ള ചില ബ്രാൻഡുകളുണ്ട്. ഇപ്പോൾ ഒരു പ്രീമിയർ എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റ് നിങ്ങൾ കണ്ടു, ക്ലോസപ്പ് എന്ന് പറയുന്ന ഒരു ടൂത്ത് പേസ്റ്റ് കണ്ടു, ഏതാണ് നല്ലത് എന്ന് അല്ലെങ്കിൽ ഏതായിരിക്കും മികച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രീമിയർ എന്ന് പറയുന്നത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും, കണ്ടിട്ടില്ലെങ്കിൽ പോലും നമ്മൾ പറയും ക്ലോസപ്പ് ഈസ് ബെറ്റർ, അതാണ് നല്ലത്. കാരണം നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ മനസ്സിൽ നല്ല ടൂത്ത് പേസ്റ്റിൻ്റെ കൂട്ടത്തിലാണ് ആ ക്ലോസപ്പിനെ നമ്മളുടെ മനസ്സിൽ നമ്മൾ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് കാരണം ആ കമ്പനി അങ്ങനെ പൊസിഷൻ ചെയ്യാൻ നമ്മളുടെ മനസ്സിൽ ഈ ഉൽപ്പന്നം നല്ലതാണ് എന്നുള്ള തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ഇറ്റ് ഈസ് ദ ആർട്ട് ഓഫ് or it is a process of creating a distinct image in the mind of the consumer. ഒരു കൺസ്യൂമറിന്റെ മനസ്സിൽ ഒരു പ്രത്യേക ധാരണ, ഒരു പ്രത്യേക സ്ഥാനം അല്ലെങ്കിൽ ഒരു പ്രത്യേക ധാരണ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് ഉണ്ടാക്കുന്ന ആ ആക്ടിവിറ്റിക്കാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുക. അല്ലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ whenever somebody thinks of an antiseptic liquid എന്ന് വിചാരിക്കുക. അല്ലെ, നമ്മുടെ വീട്ടിലേക്ക് ഇപ്പം വീട്ടിലൊരു കൊച്ചുകുട്ടിയുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു മുറിവുണ്ടാവുമോ എന്തെങ്കിലും ചെയ്താൽ പരട്ടാനൊക്കെ വേണ്ടിയിട്ട് സപ്പോസ് നമുക്കൊരു ആൻറ്റിസെപ്റ്റിക് ലോഷൻ വേണം എന്നുണ്ടെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ലോഷൻ
എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം, ഒരു ലിക്വിഡ് വേണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ തന്നെ ഒരു പക്ഷേ ആദ്യം ഈ ആൻറ്റിസെപ്റ്റിക് എന്നും ലോഷനും ഒന്നും മനസ്സിൽ വന്നില്ലെങ്കിൽ പോലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഒരു പേരാണ് ഡെറ്റോൾ എന്നുള്ളത്. കാരണം the first thing that comes into our mind is Dettol. ഇപ്പോൾ ഇന്ത്യൻ കൺസ്യൂമർ ആരുടെ ആണെങ്കിലും അല്ലേ, വീട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു ലോഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ മനസ്സിലേക്ക് ഡെറ്റോൾ വാങ്ങിക്കണം എന്നേ പറയുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിനേക്കാളും മികച്ച, അല്ലെങ്കിൽ ഇതിനോട് തുല്യമായിട്ട് നിൽക്കുന്ന സാവ്ലോൺ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ജോൺസൺ ആൻഡ് ജോൺസന്റെ മാർക്കറ്റിലുണ്ട്. മെഡിക്കൽ ഷോപ്പിലൊക്കെ ചെന്നാൽ ഇരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ ആരും അത് വാങ്ങാറില്ല. നമ്മളൊക്കെ ഓടിപ്പോയിട്ട് ഡെറ്റോളാണ് വാങ്ങുക. ഈ ഡെറ്റോൾ എന്നുള്ള ഏത് കമ്പനിയുടെ ഉൽപ്പന്നമാണെന്ന് പോലും, ഡെറ്റോൾ നമുക്കറിയാം ആന്റിസെപ്റ്റിക് ലോഷനാണ്, നമ്മളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ അത് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഏതാണെന്ന് പോലും നമുക്കറിയില്ല. ഡെറ്റോൾ എന്നുള്ള ഒരു പക്ഷേ കമ്പനിയുടെ പേരാണോ ബ്രാൻഡ് നെയിമാണോ ഇതുപോലും നമുക്കറിയില്ല, ഒന്നും അറിയില്ല. പക്ഷേ ദാറ്റ് പ്രോഡക്റ്റ് ഈസ് ഫൈൻ. ആന്റിസെപ്റ്റിക് ലോഷൻ വേണമെങ്കിൽ നമുക്ക് അതിന് ഡെറ്റോൾ തന്നെ എന്നുള്ളൊരു അവസ്ഥയാണ് നമുക്ക്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ വുഡ്, തടിയോ തടിപ്പണിയൊക്കെയുള്ള നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തടി ഒട്ടിക്കാനോ അല്ലെ പേപ്പർ ഒട്ടിക്കാനോ കാർഡ്ബോർഡൊക്കെ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് പശ വേണമെങ്കിൽ നമ്മൾ കടയിൽ ചെന്നിട്ട് എനിക്ക് ഫെവിക്കോൾ വേണമെന്നാണ് പറയുക. കാരണം ഫെവിക്കോൾ അല്ലാതെ നമുക്കൊരു ആ വൈറ്റ് കളറിലുള്ള ഒരു പർട്ടിക്കുലർ അഡ്ഹസീവ്, ആ ഒരു പ്രത്യേക രീതിയിലുള്ള പശ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെവിക്കോൾ എന്നാണ് നമ്മളതിന് പറയുന്ന പേര്. കാരണം ഫെവിക്കോളിനെ ഇനി നല്ല ഒരു അഡ്ഹസീവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ ചെന്ന് നമ്മൾ തീർച്ചയായിട്ടും ഫെവിക്കോൾ ഉണ്ടോ എന്നാണ് ആദ്യം ചോദിക്കുക. കാരണം ഏറ്റവും നല്ലത് അതാണ് എന്നൊരു ധാരണ നമ്മുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ ആ ഉൽപ്പന്നത്തിനെ കുറിച്ച് കമ്പനി പൊസിഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ when we think about antiseptic liquid, then the first thing that comes into our mind, that is why first name which comes into our mind is Dettol. അങ്ങനെ ആയി മാറുന്നത്. So the goal of brand positioning is to locate the brand in the mind of the consumer. കൺസ്യൂമറിന്റെ മനസ്സിൽ ഒരു പ്രത്യേക സ്ഥാനത്ത് അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ബ്രാൻഡിനെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് ബ്രാൻഡ് പൊസിഷനിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ദാറ്റ് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ടു ദ കമ്പനി ക്യാൻ ബി മാക്സിമൈസ്ഡ്. ആ ഉൽപ്പന്നത്തിൽ നിന്നും മാക്സിമം പ്രയോജനം കമ്പനിക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഈ കൺസ്യൂമറിന്റെ മനസ്സിലേക്ക് നമ്മൾ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച്, ഓരോ ഉൽപ്പന്നത്തിനെയും ആ ബ്രാൻഡിനെയും അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ഒരു കൺസ്യൂമറിന്റെ മനസ്സിലേക്ക് മാർക്കറ്റർ പല രീതിയിൽ എത്തിക്കുന്നത്. ഇനി ഈ ബ്രാൻഡ് പൊസിഷനിങ്ങിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കാണുന്ന ഇതിപ്പോൾ ഈ ഇമേജ് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് നെയിം, കുറേ ബ്രാൻഡ് നെയിം നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്ന ചില ധാരണകൾ എന്താണോ അത് ബ്രാൻഡ് പൊസിഷനിങ്ങിന്റെ ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ MTV, ഇത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് എന്താ പറയുക, ടി വിയിലെ ഇതൊരു മ്യൂസിക് ചാനലാണെന്നും ഇതിൽ പാട്ട് കേൾക്കാമെന്നും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ ദിസ് ഈസ് സോഫ്റ്റ് ഡ്രിങ്ക്, ഉദ്ദേശം ഇതിന്റെ ടേസ്റ്റ് ഇന്നതാണ്, അല്ലെങ്കിൽ ഇതിന്റെ പ്രൈസ് ഇങ്ങനെയാണ്, ഇതൊരു അമേരിക്കൻ സോഫ്റ്റ് ഡ്രിങ്ക് ആണെന്നോ, അല്ലെങ്കിൽ ഇത് മക്ഡൊണാൾഡ് ആണെന്നോ, ഇത് ടയോട്ടയുടെ ആണെന്നോ, അല്ലെങ്കിൽ ഈ ഒരു ചിഹ്നം മാത്രം കണ്ടു കഴിഞ്ഞാൽ ഒന്നും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും ഇത് ഇന്ന കമ്പനിയുടെ ലോഗോയാണ്, കമ്പനിയുടെ പ്രോഡക്റ്റുകൾ ഏതാണ്ട് ഇന്നതൊക്കെയാണ് എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ധാരണ, ഈവൻ അതിന്റെ വില കൂടുതലാണെന്നോ കുറവാണെന്നോ ഒക്കെയുള്ള ധാരണകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക്, അതിന് ക്വാളിറ്റി വൈസ്, പ്രൈസ് വൈസ് ഒക്കെ പല ധാരണകളും വന്നേക്കാം. അപ്പോൾ ഇങ്ങനെ ഉള്ള ധാരണകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ നമുക്ക് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയാം. ഇനി ഫിലിപ്പ് കോട്ട്ലർ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദ ആക്ട് ഓഫ് ഡിസൈനിങ് ദ കമ്പനീസ് ഓഫറിംഗ് ആൻഡ് ഇമേജ് ടു ഓക്യുപ്പൈ എ ഡിസ്റ്റിങ്റ്റീവ് പ്ലേസ് ഇൻ ദ മൈൻഡ് ഓഫ് ദ ടാർഗറ്റ് മാർക്കറ്റ്. ഇതാണ് ബ്രാൻഡ് പൊസിഷനിങ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ടാർഗറ്റ് മാർക്കറ്റിന്റെ, അതായത് കസ്റ്റമറിന്റെ മനസ്സിൽ, അവന്റെ മൈൻഡിൽ ഒരു ഡിസ്റ്റിങ്റ്റീവ് പ്ലേസ്, ഒരു പ്രത്യേക സ്ഥാനം നേടിയെടുക്കുന്നതിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തികൾ ഒക്കെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇനി പലരും പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഡെഫിനിഷനൊക്കെ ഏതാണ്ട് ഒരേ ആശയം തന്നെയാണ്. അപ്പം ബോവി എന്ന് പറയുന്ന ആള്, അദ്ദേഹവും വേറെ കുറച്ച് പേരും കൂടെ ചേർന്നിട്ടൊരു ഡെഫിനേഷൻ പറയുന്നുണ്ട്. അവർ പറയുന്ന പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോംപ്റ്റിംഗ് ബയേഴ്സ് ടു ഫോം എ പർട്ടിക്കുലർ മെന്റൽ ഇംപ്രഷൻ ഓഫ് അവർ പ്രോഡക്റ്റ്
റിലേറ്റീവ് ടു അവർ കോമ്പറ്റീറ്റേഴ്സ് പ്രോഡക്ട്സ് എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഒരു കസ്റ്റമറിന്റെ മനസ്സിൽ നമ്മളുടെ ഉൽപ്പന്നത്തിനെ കുറിച്ച് ഒരു മെന്റൽ ഇംപ്രഷൻ, ഒരു മാനസികമായിട്ടുള്ള ഒരു മെന്റൽ ഇംപ്രഷൻ ഉണ്ടാക്കുന്ന പ്രവൃത്തിയെയാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൽ നമ്മളിപ്പോൾ ഒരു വ്യക്തികളെ കുറിച്ചൊക്കെ നമ്മൾ ഇതുപോലെയാണ് നമ്മളറിയാതെ തന്നെ അല്ലെ, ഒരു അധ്യാപകനെ കുറിച്ച് ചിലർ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഒരു ഭയങ്കര ചൂടനാണ് ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ള തോന്നലുകൾ നമുക്ക് കാണാം അല്ലെ. ചില ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ അയാൾ ഭയങ്കര ചൂടനാണ്, ചിലരാണെങ്കിൽ വളരെ സ്നേഹമുള്ളവരാണ് അല്ലെ, ചിലരാണെങ്കിൽ നമുക്കിട്ട് തരം കിട്ടിയാൽ പണി തരാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരാണ്. ഇങ്ങനെ പലതരത്തിലുള്ള നമ്മളെ ഉപദ്രവിക്കാൻ സാധ്യതയുള്ളവരാണ്. ചിലരാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരുടെ അടുത്ത് കമ്പനി അടിക്കാം, ഭയങ്കര സന്തോഷവും സ്നേഹമുള്ള നല്ല ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇമേജ്, ഇങ്ങനെയൊക്കെയുള്ള ധാരണകൾ പോലെ ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള ധാരണകളെ പോലെ അതുപോലെ ഒരു ഉൽപ്പന്നത്തിനെ കുറിച്ച് നല്ലതെന്നോ ചീത്തയെന്നോ മോശമെന്നോ അല്ലെങ്കിൽ വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റി കൂടിയെന്നോ കുറവെന്നോ അല്ലെ ഇന്ന ഉപയോഗത്തിനുള്ളതാണെന്നോ ഇന്ന ഉൽപ്പന്നമാണെന്നോ ഇങ്ങനെയൊക്കെയുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. So brand positioning describes how a brand is different from its competitors. എങ്ങനെയാണ് ഒരു ഉൽപ്പന്നം സമാനമായിട്ടുള്ള മറ്റു ഉൽപ്പന്നങ്ങളിൽ നിന്നും കോമ്പറ്റീറ്റേഴ്സിന്റെ ഉൽപ്പന്നങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്. ആൻഡ് മോർ ഓവർ വെയർ ഓർ ഹൗ ഇറ്റ് സിറ്റ്സ് ഇൻ കസ്റ്റമേഴ്സ് മൈൻഡ് അല്ലെ, കൺസ്യൂമറിന്റെ മനസ്സിൽ എന്ത് സ്ഥാനമാണുള്ളത്, മനസ്സിന്റെ എവിടെയാണ് എന്ന് വെച്ചാൽ മനസ്സിൽ എന്ത് സ്ഥാനമാണ് ആ ഉൽപ്പന്നത്തിന് ഉള്ളത്. ഇതാണ് ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ensuring customers instantly associate a brand with a particular functional benefit. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ രണ്ട് ഡിറ്റർജന്റിന്റെ അഡ്വർടൈസ്മെന്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. രണ്ട് ബ്രാൻഡാണ്. ഇത് രണ്ടും സെർവ്സ് ദ സെയിം പർപ്പസ് അല്ലെ. ഇത് രണ്ടും ഡിറ്റർജന്റ് പൗഡറാണ്, സർഫും അതുപോലെ തന്നെ നിർമ്മ എന്ന് പറയുന്ന പ്രോഡക്റ്റും. ഇത് രണ്ടും ഡിറ്റർജന്റ് പൗഡറാണ്, രണ്ടും തുണി നനയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലുള്ളതാണ്. പക്ഷേ ഈ ഒരു ബ്രാൻഡ് നെയിമിനെ കുറിച്ച് കേൾക്കുമ്പോൾ അതായത് ഈ ബ്രാൻഡ് ഇതിനെക്കുറിച്ച് നിർമ്മ എന്നുള്ള ബ്രാൻഡ് നെയിം കേൾക്കുമ്പോൾ അത് വില കുറഞ്ഞതാണെന്നും ഒരു വില കുറഞ്ഞ ഡിറ്റർജന്റ് പൗഡറാണ് എന്ന് ഒരു ധാരണ കസ്റ്റമേഴ്സിന്റെ, ഇന്ത്യൻ കൺസ്യൂമറിന്റെ മനസ്സിൽ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ആ ഉൽപ്പന്നത്തിന്റെ വില കുറവാണ്. അതിന്റെ പരസ്യമൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും വളരെ വലിയ പോഷായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരൊന്നും അല്ല ആ പരസ്യത്തിൽ അഭിനയിക്കുന്നത്. സാധാരണക്കാരൻ എന്ന തോന്നലുണ്ടാക്കാവുന്ന ആൾക്കാരെ വെച്ചിട്ട്, മോഡൽസിനെ വെച്ചിട്ടാണ് ആ പരസ്യം എടുത്തിരിക്കുന്നത്. അതിന്റെ കവർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അവർ ഉപയോഗിക്കുന്ന പാക്കിംഗ് മെറ്റീരിയൽ ഒരു സാധാരണ പാക്കിംഗ് ആണ്. ഈവൻ അതിൽ ഉപയോഗിക്കുന്ന ഇമേജ് പോലും നോക്കുക, ഒരു പഴയ ഒരു ഇമേജാണ്. കുറച്ചു കാലം മുമ്പ് വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു, ഇപ്പോൾ അത് കളറാക്കിയെങ്കിലും ഒരു പണ്ടത്തെ ഫോട്ടോയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഗ്രാഫിക്സ് ഒന്നും അത്ര വലിയ ഗ്രാഫിക്സ് വർക്കൊന്നുമില്ല. അപ്പോൾ എന്താ പറയാ, ഒരു ഡിറ്റർജന്റിൽ തന്നെ ഒരല്പം താഴെ നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ വില കൊണ്ടും അപ്പിയറൻസ് കൊണ്ടും ഇമേജ് കൊണ്ടും ഒക്കെ ഒരല്പം താഴെ നിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ് എന്നുള്ള ഒരു ഇമേജാണ് ഇതിനുണ്ടാക്കിയിരിക്കുന്നത്. സോ ഡിറ്റർജന്റ് മാർക്കറ്റിൽ അല്ലെ, ഡിറ്റർജന്റ് എന്ന് പറയുന്ന ബ്രാൻഡുകൾ, പല ബ്രാൻഡ് ഡിറ്റർജന്റ് പൗഡറുണ്ട് അല്ലെ, സൺലൈറ്റ് ഉണ്ട്, സർഫുണ്ട്, വീലുണ്ട്, ധാരാളം ഉണ്ട്. ഇത് നമ്മൾ എടുത്തു നോക്കി, ഹെൻകോ ഉണ്ട്. ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിർമ്മയുടെ പൊസിഷൻ എന്ന് പറയുന്നത്, നിർമ്മയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരല്പം താഴെയാണ്. അത് കമ്പനി അതങ്ങനെ ആയിപ്പോയതല്ല, കമ്പനി മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ്. ഇനി ആ പൊസിഷൻ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിൽ ദേ ആർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് പാക്കേജിങ്. ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. കേരളത്തിൽ അധികം ആൾക്കാർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ബ്രാൻഡാണിത്. പക്ഷേ എന്നിട്ട് പോലും ദേ ആർ യൂസിങ് ദിസ് ഓർഡിനറി പാക്കേജിങ്, ദേ ആർ യൂസിങ് ദിസ് ഓർഡിനറി ഗ്രാഫിക്സ്. പഴയ ഒരു ഇമേജും പണ്ടത്തെ രീതിയിൽ എഴുതി വലിയ ഗ്രാഫിക്സ് വർക്കൊന്നും ഇല്ലാതെ ഉള്ള ഒരു രൂപത്തിലാണ് ഈ ഉൽപ്പന്നം അവർ ഇപ്പോഴും മാർക്കറ്റ് ചെയ്യുന്നത്. അവർക്കൊരു പുതിയ കവർ പ്രിന്റ് ചെയ്യാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, മനഃപൂർവ്വമാണ്. കാരണം അവർ ഉദ്ദേശിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനാണ്. കസ്റ്റമറുടെ മനസ്സിൽ ഡിറ്റർജന്റുകളിൽ വെച്ച് ഒരല്പം വിലയിലും മറ്റു കാര്യങ്ങളിലും താഴെ നിൽക്കുന്നത് എന്ന്, അങ്ങനെയാണ് അതിനെ പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ദിസ് പർട്ടിക്കുലർ ബ്രാൻഡ്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ പൊസിഷൻ ചെയ്യുന്നത് നമ്മൾ പറയും ഒരു പ്രീമിയം പ്രോഡക്റ്റ് ആയിട്ട് ആണ് എന്നുള്ള തോന്നലിലാണ്. നമ്മളുടെ മനസ്സിൽ സർഫ് എന്ന് പറയുന്ന ഡിറ്റർജന്റ് ആ ഒരു ബ്രാൻഡ് നെയിം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചിന്തകൾ, ഒന്ന് നല്ല പ്രോഡക്റ്റ് ആണ്, ക്വാളിറ്റി ഉള്ളതാണ്, രണ്ട് വില കൂടുതലാണ്, അല്ലെ, ഇങ്ങനെ പല ചിന്തകളുമാണ് വരിക. ഇത് മോശമാണെന്നോ, ഇത് അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്തതാണെന്നോ, അല്ലെങ്കിൽ തുണി ഡാമേജ് ആയി പോകുമെന്നോ, ഇങ്ങനെയുള്ള ചിന്തകളൊന്നും നമുക്ക് വരുന്നില്ല. ഇതൊരു പ്രീമിയം ഉൽപ്പന്നമാണ് എന്നുള്ളൊരു ചിന്തയാണ് നമ്മളുടെ മനസ്സിലേക്ക് വരിക. അതിന് കാരണം അങ്ങനെയാണ് ഈ ഉൽപ്പന്നത്തിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇത് പ്രീമിയം ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിന് കൂടുതൽ വില, മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്ന ഡിറ്റർജന്റ് പൗഡറിൽ ഒന്നാണ് ഇത്. ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ കൂടുതലല്ല, പോപ്പുലർ ആയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിൽക്കുന്നതാണ്. അതുപോലെ അഡ്വർടൈസ്മെന്റ് ഒക്കെ എടുത്ത് നോക്കുക, കുറച്ചുകൂടെ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും ഒക്കെയാണ് അതിന്റെ അഡ്വർടൈസ്മെന്റിൽ അവരുടെ ഒരു ലൈഫാണ് കാണിക്കുന്നത്. കാരണം അവരെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഇതിനെ പൊസിഷൻ ചെയ്യുന്നത്. രണ്ടാമത്, പിന്നെ ഈ ഉൽപ്പന്നത്തിന്റെ തന്നെ പാക്കിങ്ങും മറ്റു കാര്യങ്ങളും നോക്കുക. തീരെ മോശമായിട്ടല്ല, ഒരു ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ് സ്റ്റാൻഡേർഡിലുള്ള പാക്കിങ്ങും ഗ്രാഫിക്സ് വർക്കും ഒക്കെയാണ്. ഈവൻ ലൈഫ് പോലും, അല്ലെ, അഡ്വർടൈസ്മെന്റിൽ കാണിക്കുന്ന, അതിൽ അഭിനയിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ആരായിട്ടാണോ അവരുടെ അഡ്വർടൈസ്മെന്റിൽ ആൾക്കാർ വരുന്നത്, അവരൊക്കെ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ് ആൾക്കാരായിട്ടൊക്കെയാണ് അതിൽ കാസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ, അഡ്വർടൈസ്മെന്റിലൂടെയും പാക്കേജിങ്ങിലൂടെയും അതിന്റെ പ്രൈസിങ്ങിലൂടെയും ഒക്കെ ഇതൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്, അല്ലെങ്കിൽ ഡിറ്റർജന്റ് മാർക്കറ്റിൽ ഡിറ്റർജന്റ് ബ്രാൻഡുകളുടെ ഇടയിൽ അല്പം ഉയർന്ന സ്ഥാനമുള്ള ഒരു ഉൽപ്പന്നമാണ്, എങ്ങനെയാണ് കൺസ്യൂമറുടെ മനസ്സിൽ ഇതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇനിയും എല്ലാ പ്രോഡക്റ്റുകളുടെ കേസിലും ഒരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാൽ ഇൻഡസ്ട്രിയിലെ പല കമ്പനികളുണ്ടാവും. പല കമ്പനികളുടെ പല പ്രോഡക്റ്റുകളും ഇങ്ങനെ ഓരോ സ്ഥാനത്താണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത്. അതെ, ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ടൂത്ത് പേസ്റ്റിന്റെ ബ്രാൻഡ് നെയിം കണ്ടു കഴിഞ്ഞാൽ, KP നമ്പൂതിരീസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ദിസ് ഈസ് ആൻ ആയുർവേദിക് പ്രോഡക്റ്റ് എന്നുള്ള ഒരു ഇമേജ് നമ്മളുടെ മനസ്സിലേക്ക് ചിന്ത വരും. കാരണം ഇതൊരു ആയുർവേദിക് പ്രോഡക്റ്റ് ആണെന്നാണ് പൊസിഷൻ ചെയ്തിരിക്കുക. അല്ലെങ്കിൽ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് കണ്ടെയ്ൻസ് മൗത്ത് വാഷ്, ആ ഒരു രൂപത്തിലാണ്, കുറച്ച് പ്രീമിയം പ്രോഡക്റ്റ് ആണെന്നുള്ള രൂപത്തിലൊക്കെയാണ്, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നോ ഇങ്ങനെയൊക്കെയുള്ള ഒരു രൂപത്തിലാണ് അതിനെ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. സോ പൊസിഷനിങ് ഈസ് therefore the process of creating an image and value so that customers understand what the brand stands for in relation to its competitors. So that is brand positioning. Now let's see the brand positioning process. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രാൻഡ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ആയിത്തീരുന്നതല്ല, ഇങ്ങനെ ആക്കുന്നതാണ്. ഏത് മാർക്കറ്റിലുള്ള ഏത് ഉൽപ്പന്നത്തിനെ കുറിച്ചും നമ്മളുടെ ഉള്ളിൽ നിന്നൊരു ധാരണയുണ്ടെങ്കിൽ, ആ ധാരണകളും അതിന് നമ്മളുടെ മനസ്സിലൊരു സ്ഥാനമുണ്ടെങ്കിൽ ആ സ്ഥാനവും ഉണ്ടാക്കിയെടുക്കുന്നതാണ്, കമ്പനികൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ ബ്രാൻഡ് പൊസിഷനിങ് ചെയ്യുന്നത് ഒരു 7 സ്റ്റെപ്പുള്ള ഒരു പ്രോസസ്സാണ് ഈ ബ്രാൻഡ് പൊസിഷനിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ബ്രാൻഡ് പൊസിഷനിങ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് setting the brand apart from its competitors that build preference among the target consumer. So in order to reach that particular goal, or in order to position a brand in the mind of the consumer at a particular level or at a particular stage, the marketers typically follow a 7-step positioning process. So the first step in this positioning process is to identify the target consumer. Or first of all we have to identify the target market or market segment. ഏത് സെഗ്മെന്റിനു വേണ്ടി, ഏത് തരത്തിലുള്ള കൺസ്യൂമറിനു വേണ്ടിയാണ് നമ്മളുടെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യുന്നത്, വിൽക്കാൻ പോകുന്നത്. ഇതാണ് ആദ്യമായിട്ട് ബ്രാൻഡ് പൊസിഷനിങ്ങിൽ ഒരു കമ്പനി ചെയ്യേണ്ടത്. സോ ടാർഗറ്റ് മാർക്കറ്റ് എന്താണെന്ന് നമുക്കറിയാം. they are the group of people or group of consumers at which a product or
സർവീസ് ഈസ് എയിംഡ്, അല്ലെ? ആരെ ഉദ്ദേശിച്ചാണോ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഇറക്കുന്നത് ആ ആൾക്കാരെയാണ് ടാർഗറ്റ് കൺസ്യൂമർ എന്ന് പറയുക. സോ ഈച്ച് മാർക്കറ്റ് സെഗ്മെന്റ് ഹാവ് ഡിഫറൻറ്റ് സെറ്റ് ഓഫ് പ്രിഫറൻസസ് ഫോർ ദ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. അങ്ങനെയല്ലേ? ഇപ്പൊ ടൂത്ത് പേസ്റ്റിന്റെ സെഗ്മെന്റ് എടുത്ത് നോക്കുക. ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന ഉൽപ്പന്നം 5 വയസ്സും 10 വയസ്സും ഉള്ള ആൾക്കാരും 15 വയസ്സ് 20 വയസ്സുള്ളവരും 30 വയസ്സുള്ളവരും 40, 50, 60, 70 ഒക്കെ പ്രായമുള്ള പല പ്രായത്തിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത്. പല ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, വരുമാനം കുറഞ്ഞവരും മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ്സും അപ്പർ മിഡിൽ ക്ലാസ്സും അതുപോലെ അപ്പർ ക്ലാസ്സും റിച്ച് ആയിട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? പല ഏജിലുള്ളവർ, പല ഇൻകത്തിലുള്ളവർ, പല പ്രൊഫഷണലിലുള്ളവർ, ഇങ്ങനെ പല ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ ഓരോ ഗ്രൂപ്പിലും പെട്ട ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ബ്രാൻഡ് ആയിരിക്കും. ഒരുപക്ഷെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ആയുർവേദിക് പ്രോഡക്റ്റ് കുറച്ചുകൂടെ പ്രിഫർ ചെയ്തു എന്ന് വരാം. യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരുപക്ഷെ ക്ലോസപ്പ് ഒക്കെ പോലുള്ള ബ്രാൻഡ് ആയിരിക്കാം കൂടുതൽ പോപ്പുലർ. അങ്ങനെ ആണെന്ന് തോന്നുന്നു, അല്ലേ? അതുപോലെ കുറച്ചുകൂടെ ഒരു മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ച് അവർ ട്രഡീഷണൽ ആയിട്ടുള്ള കോൾഗേറ്റിന്റെ ആ വൈറ്റ് ടൂത്ത് പേസ്റ്റോ അങ്ങനെയുള്ള ഒരു രൂപത്തിൽ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആവും വാങ്ങുക. ഇനി ലോവർ മിഡിൽ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ പല പ്രീമിയർ ഒക്കെ പോലെയുള്ള പല ബ്രാൻഡുകളും നമ്മളുടെ മാർക്കറ്റിലുണ്ട്. വലിയ പരസ്യമൊന്നും ഇല്ലെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ടൂത്ത് പേസ്റ്റുകളുണ്ട്. കൊച്ചു കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് കമ്പനികൾ പല കളറിലുള്ളതും ഒക്കെ ഇറക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ സപ്പോസ് നിങ്ങൾ വേറൊരു സെഗ്മെന്റാണ്, സപ്പോസ് നിങ്ങൾക്ക് ഇപ്പൊ പല്ലിന് നമുക്ക് ചില എന്താ പറയാ അസുഖങ്ങളൊക്കെ ഉള്ള, പല്ലിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ള അല്ലെങ്കിൽ മോണയ്ക്കോ പല്ലിന് പുളിപ്പൊക്കെ ഉള്ള രോഗമുള്ള ഒരു ഗ്രൂപ്പാണ് നിങ്ങളെങ്കിൽ, അങ്ങനെ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് സെഗ്മെന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ആ ഒരു ഇഷ്യൂ പിന്നെ ഒരു മെഡിസിൻ പോലെ വർക്ക് ചെയ്യുന്ന രീതിയിൽ സെൻസോഡൈൻ എന്നോ ഒക്കെയുള്ള പേരിലുള്ള ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ടൂത്ത് പേസ്റ്റ് ആണ്. പക്ഷേ ഈ ഓരോ ടൂത്ത് പേസ്റ്റും ഓരോ പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സിനെ ഉദ്ദേശിച്ചാണ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെ? ഓരോ മാർക്കറ്റ് സെഗ്മെന്റിന് വേണ്ടിയിട്ട്, ടാർഗറ്റ് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ് ഈ പല ടൂത്ത് പേസ്റ്റുകൾ ഇറക്കുന്നത്. എല്ലാ ടൂത്ത് പേസ്റ്റും എല്ലാവർക്കും വേണ്ടിയിട്ടല്ല. അപ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാൻ പോകുമ്പോൾ മാർക്കറ്റർ ആദ്യം ചെയ്യേണ്ടത് ഹി ഹാസ് ടു ഐഡന്റിഫൈ ദ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഫോർ വിച്ച് ഹി ഈസ് മാനുഫാക്ചറിങ് ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡിറ്റർജന്റ് പൗഡർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരനായിട്ടുള്ള ലോവർ മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ആൾക്കാർ മുതൽ അപ്പർ ക്ലാസ്സിൽപ്പെട്ട റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വരെ ഉപയോഗിക്കുന്നതാണ്, ഇൻകം വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ. ഇനിയും സാമ്പത്തികം കുറവുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ ബ്രാൻഡിലുള്ള സാധനം ഇറക്കിയിരിക്കുന്നത്, കാരണം ഇതിന് വില കുറവാണ്. ഇനിയും ഇത് മിഡിൽ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളെ ഇന്ത്യൻ മാർക്കറ്റിലെ ഇന്ത്യൻ മിഡിൽ ക്ലാസ്സിനെയാണ് കൂടുതലായിട്ട് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ബ്രാൻഡ് വരുമ്പോൾ ദിസ് ഈസ് ഫോർ അപ്പർ മിഡിൽ ക്ലാസ് ആൻഡ് റിച്ച് ക്ലാസ്, അവരെയാണ് ഇവർ പ്രധാനമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. മൂന്നും ഡിറ്റർജന്റ് ആണ്, പക്ഷെ 3 ടാർഗറ്റ് മാർക്കറ്റിനെ, 3 ഗ്രൂപ്പ് ഓഫ് ബയേഴ്സിനെ ഉദ്ദേശിച്ചാണ് ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സപ്പോസ് നമ്മളൊരു ഡിറ്റർജന്റ് പൗഡർ പുതിയതായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഏത് ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചാണ് നമ്മളുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നത്, ഇതാണ് ആദ്യം അറിയേണ്ടത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് വി ഹാവ് ടു ഐഡന്റിഫൈ ദ ടാർഗറ്റ് കസ്റ്റമർ ആൻഡ് ദിസ് can be done on the basis of with the help of customer analysis. ഇപ്പോൾ മാർക്കറ്റിംഗിൽ കസ്റ്റമർ അനാലിസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ നമുക്ക് ടാർഗറ്റ് കൺസ്യൂമറിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതിനുള്ള കാര്യം ഇതാണ്, ഈച്ച് മാർക്കറ്റ് സെഗ്മെന്റ് ഹാവ് ഡിഫറൻറ്റ് സെറ്റ് ഓഫ് പ്രിഫറൻസസ് ഫോർ ദ സെയിം ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ്. So once a target group of consumers are selected, then they should be studied very closely to find out their attitude, their motivation, their behavior, and which force or which thing forced them to buy a product. അത് നമ്മൾ അറിയണം, അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് കൺസ്യൂമർ അനാലിസിസ് ചെയ്യുന്നത്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ചെറുപ്പക്കാരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ഉദ്ദേശിച്ചുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണ് മാർക്കറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് മാർക്കറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കറിയണം ചെറുപ്പക്കാർക്ക്
ഒരു ടൂത്ത് പേസ്റ്റിൽ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, അവരെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നറിഞ്ഞിട്ട് അതിന് പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നം വേണം നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ ഉൽപ്പന്നത്തിൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ആരാണ് എന്ന് അറിയണം. എങ്കിലേ നമുക്ക് വാട്ട് ഈസ് ദ മോട്ടിവേഷണൽ ഫോഴ്സ് ഓർ വാട്ട് ഈസ് ദ തിങ് വിച്ച് ഫോഴ്സ് ദം ടു ബൈ എ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്നുള്ളത് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. സോ ഗ്രേറ്റ് ബ്രാൻഡ്സ് ലൈക്ക് സർഫ് എക്സൽ ഓർ സൺലൈറ്റ് ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിലെ വളരെ വലിയ ബ്രാൻഡ് നെയിമുകളാണ്. ഈവൻ നിർമ്മ പോലും. ഇതുപോലെയൊക്കെയുള്ള വലിയ ബ്രാൻഡുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ ആർ ബിൽറ്റ് ഓൺ ഇൻസൈറ്റ്സ് അബൌട്ട് എ ടാർഗറ്റ് ഓഡിയൻസ്. ഇവരുടെയൊക്കെ കൃത്യമായിട്ട് ഓരോ ഗ്രൂപ്പിലും ഓരോ ഉൽപ്പന്നത്തിൻ്റെയും ഇത് വാങ്ങാൻ സാധ്യതയുള്ള ആൾക്കാർ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഈ ഉൽപ്പന്നം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിൽ കമ്പനികൾ വിൽക്കുന്നത്. സോ ഇതിനു വേണ്ടി ഇങ്ങനെയുള്ള പ്രവർത്തിക്ക് ഇതിനു വേണ്ടിയിട്ട് സാധാരണഗതിയിൽ ഈ കസ്റ്റമർ അനാലിസിസിലൂടെ നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നിർമ്മ വാഷിംഗ് പൗഡർ അഡ്രസ് എ ഗ്രൂപ്പ് ഓഫ് ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ഹു വാണ്ട് എ ലോ പ്രൈസ്ഡ് ഡിറ്റർജൻറ്റ് പൗഡർ. നിർമ്മയുടെ ഒരു പ്രത്യേകത ഇതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോ പ്രൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വേണം, കുറഞ്ഞ വിലയുടെ പ്രോഡക്റ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ബട്ട് ദിസ് ഈസ് മെന്റ് ഫോർ റിച്ച് പീപ്പിൾ ഓർ അപ്പർ ക്ലാസ് ഓർ മിഡിൽ ക്ലാസ് ഓർ അപ്പർ മിഡിൽ ക്ലാസ് അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ടാർഗറ്റ് മാർക്കറ്റ് ഈസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. സോ ബ്രാൻഡ് പൊസിഷനിങ്ങിൽ ആദ്യം ചെയ്യേണ്ടത് കമ്പനി അവരുടെ പ്രൊഡക്റ്റിൻ്റെ ടാർഗറ്റ് മാർക്കറ്റ് ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ.